എവരിവൺ. നമ്മളെല്ലാവരും പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി വരുന്ന വർഷം ഒരു ബെസ്റ്റ് വേർഷൻ ആക്കണം. ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയിട്ടായിരിക്കും എല്ലാവരും ഈ ഒരു വർഷത്തെ നോക്കിക്കാണുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ ഈ ഒരു പുതിയ വർഷത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ വർഷത്തെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു വർഷത്തിൽ നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ, അതിലുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, ഇങ്ങനെ ആ ഒരു ഇയർ ഫുള്ളായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക. അതിൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും. ആ ഒരു മിസ്റ്റേക്ക് ഓരോന്നും നമ്മൾ ചിന്തിച്ചിട്ട് ആ ഒരു മിസ്റ്റേക്കിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലെസണുകൾ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലെസൺ എന്ത് ചെയ്യുക, അത് നമ്മുടെ ലൈഫിൽ അതും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ആ ഒരു ലെസണിലൂടെ മുന്നോട്ട് പോവുക. അപ്പോൾ ഓരോ മിസ്റ്റേക്കും കറക്റ്റ് ചെയ്യുക, പഠിച്ച പാഠങ്ങൾ അതും കൂടി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് പുതിയൊരു ഇയറിലേക്ക് കിടക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, നമുക്ക് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഈ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഓരോ കാര്യവും, അതൊരു ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, ഓരോ ചെറിയ ബ്ലെസ്സിങ്സും, ഈവൻ നമ്മൾ കഴിഞ്ഞ ആ ഒരു ഇയറിൽ എടുത്ത ഓരോ ബ്രീത്ത്, എവറി മൊമെൻറ്റിൽ നമ്മൾ എടുത്തിട്ടുള്ള ഓരോ ശ്വാസത്തിന് പോലും കുറച്ച് സമയം ഗ്രേറ്റ്ഫുൾ ആവുക. അപ്പോൾ നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആകുന്നോ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ കിട്ടും. ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് ഫീൽ ചെയ്യുക നമുക്ക് ഈ ഒരു കഴിഞ്ഞ ഇയറിൽ കിട്ടിയിട്ടുള്ള ഓരോ ബ്ലെസ്സിങ്സും. അപ്പോൾ ഇത് പുതിയൊരു ഇയർ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്തായാലും നമ്മളെ സഹായിക്കും. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗോൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പല ഗോൾസും നമുക്ക് നടന്നിട്ടുണ്ടാവില്ല. നമ്മൾ കുറേ പ്ലാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ചിലതൊന്നും നടന്നിട്ടുണ്ടാവില്ല. വളരെ കുറഞ്ഞ പ്ലാൻസ് ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. പക്ഷെ അത് ഓർത്ത് വറീഡ് ആവാതെ വീണ്ടും പുതിയൊരു ഇയർ വരുമ്പോൾ പുതിയ എനർജിയോട് കൂടിയിട്ട് ഒരുപാട് ഗോൾസൊക്കെ സെറ്റ് ചെയ്യുക. നമുക്ക് ആഗ്രഹിക്കുന്ന ഈ ഒരു ഇയറിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനെ മാക്സിമം ആക്ഷനായിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് പോസിബിൾ ആവുന്ന ഒരു ബിഗ്ഗായിട്ട്, ഇത് ഒരു മോട്ടിവേഷൻ്റെ ബേസിലുള്ള ഒരു സംഭവങ്ങളല്ല, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്ക് എത്തിപ്പെടേണ്ട ഒരു വർഷം കൊണ്ട് നമുക്ക് ടാർഗറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഗോൾസ് ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക. അപ്പോൾ പല ആളുകളും ഇതുപോലെ ഒരു ഗോൾസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ്. ഒരു നെക്സ്റ്റ് ഡേ എങ്ങനെ ആവണം എന്ന് പോലും പ്രിപ്പറേഷൻ ഇല്ലാത്ത ആളുകളാണ് ഭൂരിഭാഗമുള്ളത്. ഓർഡിനറി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഒരു ഇയർ പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഓരോ ഡേ, വീക്ക് ഒക്കെ പ്ലാനിങ് ആയിരിക്കാം. ഗോളിലേക്ക് നമ്മുടെ എവറി സെക്കൻഡിലുള്ള നമ്മുടെ തോട്ട്സ്, ആക്ഷൻസ് എല്ലാത്തിനും ഒരു വാല്യൂ നമുക്ക് അവിടെ കിട്ടും. ഫോക്കസ് ചെയ്ത് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് പോയി കഴിയുമ്പോൾ നല്ലൊരു വാല്യൂ ഉണ്ടാവും നമ്മുടെ ലൈഫിന്. ഫസ്റ്റത്തെ പോയിന്റ്, കഴിഞ്ഞ വർഷത്തെ അനലൈസ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള, ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. ഈ നഷ്ടങ്ങളെ വിലയിരുത്തിയിട്ട് അതിലെന്തെങ്കിലും ലെസൺസ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഈ വർഷം അപ്ലൈ ചെയ്യുക. അതുപോലെ പോസിറ്റീവ് ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് അതിന് അപ്രീസിയേഷൻ കൊടുക്കുക സെൽഫിന്. ആ ബ്ലെസ്സിങ്സിനൊന്ന് ഫീൽ ചെയ്യുക, ആ ഒരു ഫീലിങ്സിൽ ഇരിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം, ഗോൾ സെറ്റ് ചെയ്തിട്ട് ഓരോ മൊമെൻറ്റിലേക്കും ആ ഒരു ഗോള് വച്ചിട്ട്, മൈൻഡിൽ വച്ചിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ ദിസ് ഇയർ ആൻഡ് താങ്ക് യു.